ഏവർക്കും അസാബ് കണ്ണൂരിന്റെ 5ാമത് വെബിനാർ സീരീസിലേക്ക് സ്വാഗതം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഈ പ്രാർത്ഥനാ മന്ത്രം ബൃഹദാരണ്യക ഉപനിഷത്തിലേതാണ്. നമുക്ക് ഈ വരികൾ സുപരിചിതവുമാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇരുളകറ്റി വെളിച്ചമേകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചൈതന്യമുറ്റ ഒരു പ്രകാശനാളമാണ്. ഇരുളിൽ നിന്ന് അനേകം ജീവിതങ്ങളെ സൂര്യ തേജസ്സിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ടിഫനി ബ്രാഡ്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച ടിഫനി ഇന്ന് കേരളത്തിന്റെ പ്രിയ പുത്രിയാണ്. 5 വയസ്സുവരെ ഗ്രേറ്റ് ബ്രിട്ടനിലായിരുന്നു ടിഫനിയുടെ പഠനം. CBSE +2 പരീക്ഷയിൽ കാഴ്ചയുള്ളവർക്കൊപ്പം തന്നെ മിന്നുന്ന വിജയം കരസ്ഥമാക്കി ആരംഭിച്ചതാണ് ടിഫാനിയുടെ ജൈത്രയാത്ര. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ടിഫനി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠന സംബന്ധമായി നടത്തിയ ഈ യാത്രയിലൂടെ ആ നാടുകളിലെ ഭാഷ സ്വായത്തമാക്കാനും ഈ മിടുക്കിക്ക് കഴിഞ്ഞു. കേരള സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും രാമകൃഷ്ണ മിഷൻ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEdും കരസ്ഥമാക്കി. വേൾഡ് ആക്സസ് ഫോർ ദ ബ്ലൈൻഡിന്റെ ഇക്കോ ലൊക്കേഷനിൽ ടിഫനി പരിശീലനം നേടിയിട്ടുമുണ്ട്. കാഴ്ചയില്ലാത്ത അനേകം പേരുടെ ദുരവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കാനായി ടിഫനി പരിശ്രമിച്ചു. പലരുടെയും ജീവിതം ക്ലാസ് മുറികളിലെ പുറകു ബെഞ്ചുകളിലോ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലോ തഴയപ്പെട്ടിരിക്കുകയാണെന്ന എന്നുള്ള തിരിച്ചറിവിൽ മൊബൈൽ ബ്ലൈൻഡ് സ്കൂൾ എന്ന സംരംഭത്തിന് തുടക്കമിട്ടു. ഇത്തരത്തിലുള്ളവരുടെ വീടുകൾ ടിഫനി നേരിട്ട് സന്ദർശിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുകയും നിത്യജീവിതത്തിന് വേണ്ട ലൈഫ് ഹാക്കിംഗ് സ്കിൽസ്, ബ്രെയിലി ലിപി ഉപയോഗിക്കേണ്ട വിധം, ആക്സസ് ടെക്നോളജി എന്നിവയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മൊബൈൽ ബ്ലൈൻഡ് സ്കൂളിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് വന്ന് ജ്യോതിർഗമയ എന്ന സ്ഥാപനം ആരംഭിച്ചു. ജ്യോതിർഗമയയിലൂടെ നൽകിയ ആത്മവിശ്വാസം മുതൽക്കൂട്ടാക്കി പരിമിതികളെ മറികടക്കുന്ന ഒരു കൂട്ടം ശിഷ്യവൃന്ദമുണ്ട് ടിഫനിക്ക്. ബ്രസൽസിലെ യൂറോപ്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുകയും അവിടെ ആക്സസിബിലിറ്റിയെ പറ്റി സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലും പങ്കെടുത്ത ആദ്യ ഇന്ത്യനാണ് ടിഫനി. മോട്ടിവേഷൻ പ്രഭാഷണ പരമ്പരയായ ടെറ്റോക്കിന്റെ 5 പരമ്പരകൾ ഇതുവരെ ടിഫനി സംസാരിച്ചിട്ടുണ്ട്. 2017 നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് റോൾ മോഡൽ ടിഫനിക്ക് സമ്മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി ടിഫനിയെ ഇന്ത്യയുടെ ധീരയായ പുത്രി എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അനവധി അവാർഡുകളും അംഗീകാരങ്ങളും ഇതിനകം ടിഫനിയെ തേടിയെത്തിക്കഴിഞ്ഞു. ജ്യോതിർഗമയുടെ പിറവി, നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ടിഫനി ഇനി നമ്മളോട് നേരിട്ട് സംസാരിക്കും. സ്വാഗതം ടിഫനി. വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. താങ്ക് യു സോ മച്ച്. അസാപ്പുമായിട്ടുള്ള ഒരുപാട് കാലത്തെ ഒരു നീണ്ട അസോസിയേഷൻ ഉണ്ട്. കാരണം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ലക്ഷ്മി മോഹൻ അസാപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നാണ് അവരുടെ ഒരുപാട് സോഷ്യൽ കാര്യങ്ങളും പ്ലസ് ഇങ്ങനെ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ഒരുപാട് നന്മ ചെയ്യണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഞാൻ അസാപ്പിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെ കാണുന്നത്. ഇന്ദു ഉൾപ്പെടെ ഉണ്ട് അതിൽ. സോ താങ്ക് യു സോ മച്ച് ഇന്ദു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ഒരുപാട് പേര് എന്നെ ഒരു ജെൻഡർ പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ASAP Kerala. So thank you ASAP Kerala for giving me this opportunity. Thank you all members of ASAP, Alima, Anil sir, Indu, പിന്നെ ബാക്കി എല്ലാവരുടെ പേര് അറിയില്ല എങ്കിലും ട്രീസ, പ്രഭ, and of course our dear Lakshmi Mohan who's not here right now. So എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ആണ്. പിന്നെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. റീസെൻ്റ്ലി എൻ്റെ ഒരു ടീച്ചർ, എൻ്റെ ഒരു മെൻറ്റർ ഉമ്മ മാം, അവരും എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടായി. അപ്പം ഐ ഡോണ്ട് നോ ഷീസ് അറ്റൻഡിങ്, ബട്ട് ഈവൻ ഇഫ് യു ആർ നോട്ട്, താങ്ക് യു സോ മച്ച് മാം, ആൻഡ് താങ്ക് യു എവറി വൺ എൽസ്. സോ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞാൻ നോർത്ത് ഇന്ത്യൻ ആണ്, കേരളത്തിലേക്ക് എത്തിപ്പെട്ടു. എങ്ങനെയൊക്കെയോ കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ കാഴ്ച ഇല്ലാത്തവരെയും ആൾക്കാരെ ഇങ്ങനെ സഹായിക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ ദൗത്യം, അതാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. ഒരു സെക്കൻഡ്, പിന്നീട് സൗണ്ട് കുറച്ച് ഫീബിൾ ആണെന്ന് പറയുന്നു. കുറച്ചുകൂടെ ഓഡിബിൾ ആവാൻ പറ്റും? കുറച്ചുകൂടെ മൈക്കിനോട് ചേർന്ന് വന്നിട്ട് സംസാരിക്കാൻ പറ്റും? സോ ഞാൻ കേരളത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ വന്നു. എല്ലാവർക്കും അറിയാം, എൻ്റെ ടെഡ് ടോക്സിലൂടെ കേട്ടാൽ അറിയാം ഞാൻ കേരളത്തിലേക്ക് എങ്ങനെയാണ്, ഏത് സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പം എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവരെ സഹായിക്കുക എന്നാണ്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. I want to give back something to Kerala because Kerala gave me a lot when I was small. ആ ഒരു കൾച്ചർ, ആ ഒരു ആൾക്കാരുടെ സൗണ്ട്, എനിക്ക് കേരളത്തെ കുറിച്ച് ഒരുപാട് കാഴ്ചകൾ ഓർമ്മയുണ്ട്. ദാറ്റ് ഗേവ് മീ ഹാപ്പിനെസ്. ഇന്ന് എൻ്റെ ടോപ്പിക് ഇസ് the pursuit of happiness. Now Kerala is one state that gave me a lot of happiness in my life. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂട്ടിന്റെ ഒച്ച, മലയാളം പാട്ടുകൾ, ചെണ്ടയുടെ സൗണ്ട്, അമ്പലത്തിലെ ഉത്സവം,
പള്ളിയിലെ പാട്ട്, മുസ്ലിം പള്ളിയില് അതേ സമയത്ത് വാങ്കുവിളി, എല്ലാ റിലീജിയൻസും കലർന്ന ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൂടാതെ നമ്മള് അതായത് ബീച്ചുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാരുടെ പെരുമാറ്റം, മത്സ്യക്കാരുടെ വിളി, കടലിന്റെ സൗണ്ട്, വേവ്സിന്റെ സൗണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്, എവിടെ പോയാലും ലൗഡ് സ്പീക്കേഴ്സ്, എവിടെ പോയാലും കുറെ സ്ട്രൈക്സ്, ഇതൊക്കെയാണ് കേരളത്തിന്റെ ഇറ്റ്സ് എ ചാം. ഓൾദോ എന്റെ ഫാദറിനെ പോലെ മറ്റു ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് പറയാറുണ്ട് കേരള ഇറ്റ്സ് ഓൺലി നോ ഹൗ ടു സ്ട്രൈക്ക്, ദേ ഓൺലി വർക്ക് ഇൻ ദുബായ്. ബട്ട് കേരള ഇൻ ഇറ്റ് സെൽഫ് ഹാസ് എ ചാം ഓഫ് ഇറ്റ്സ് ഓൺ. ഒരുപാട് ചാംസ് ഉണ്ട് കേരളത്തില്. ആൾക്കാരുടെ നിഷ്കളങ്കത, വൈകല്യത്തിനോടുള്ള ആൾക്കാരുടെ മനോഭാവം നോർത്ത് ഇന്ത്യയെക്കാളും ഒരുപാട് ബെറ്റർ ആണ്. പക്ഷെ ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർ സെൻസിറ്റൈസ് ആകാനുണ്ട്. ബോധവൽക്കരണത്തിന്റെ ആവശ്യം ഇനിയുമുണ്ട്. ഇൻഫാക്ട് ഇപ്പോ വി ആർ ഓൾ പ്രൗഡ് ടു ബി കേരളൈറ്റ്സ്. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഈ ഒരു COVID-19 പ്രതിരോധിച്ചു നമ്മുടെ സംസ്ഥാനം. ഒരു സ്റ്റേജില്, ഒരു ഘട്ടത്തില് 16 രോഗി വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരുപാട് എതിർ സംസ്ഥാനങ്ങളിലും ഗൾഫ് കൺട്രീസിന് ആൾക്കാരൊക്കെ വന്നത് കൊണ്ട് മാത്രം നമുക്കിപ്പോ 101 കേസുകളുണ്ട്. പക്ഷെ അതും അതിര് കടക്കുമെന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് കേരള പീപ്പിൾ ആർ ഫുൾ ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് ദാറ്റ്സ് ഹൗ our positivity is coming. There's hardly a poor person here, but yet the suicide rate among youngsters is really high. Why? Because we are always thinking of competing. We're not happy. We have not pursued our happiness. Every single youngster's parents want them to become either a doctor or an engineer or a lawyer or a lecturer or a bank manager. इससे कम नहीं. ഇതിനേക്കാളും ഒരു തലത്തിലും സ്റ്റെപ്പ് ഡൗൺ ആവാൻ പാടില്ല. എന്റെ സഹപാഠികൾ ഇതായാൽ ഞാൻ ഇതാകും. 27 അല്ലെങ്കിൽ 28 വയസ്സിൽ എന്റെ സഹപാഠികൾ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനും കല്യാണം കഴിക്കണം. These are pressures that lead youngsters to either take their own lives or to live a depressed life. Why are we doing this? This is just one shortcoming that I found in Kerala. We are too worried about the society. According to the Bible, happiness is fearing the Lord, the knowledge of the Lord. According to the Bhagavad Gita, happiness is not being dependent on external factors and not being perturbed by any situation. But happiness can be derived by a person who has a peaceful mind and is undeterred by external situations and doesn't depend on external situations. It's like an undisturbed ocean. But we all have desires. നമുക്ക് കാറ് വേണം, നമുക്ക് ബംഗ്ലാ വേണം, നമുക്ക് പൈസ വേണം, നമുക്ക് കല്യാണം കഴിക്കണം, നമുക്ക് അമ്മയച്ഛന് സന്തോഷം ഉണ്ടാകണം. Why are we living for others? We have to live for ourselves. If you don't want to become a doctor, tell your parents you don't want to become a doctor. If you don't want to get married just yet, have the courage to tell your parents that. That is how you can be happy. But living a dual life, shamming happiness, you're happy in front of everyone, but are you really happy? This is what we have to find out in pursuing our happiness. Now, what is my happiness? My happiness is helping people, giving 5 rupees to someone, giving knowledge to someone, sharing something with someone. Seeing someone else happy is my happiness. Spreading a smile on someone's face, that is how I get happy. I'm happy when I see a computer room full of students, when I see a lot of students learning, getting jobs, blind people being empowered, when I see reforms in the state, when I see accessibility, when I see people living good lives, the poor people living good lives. I don't see happiness when people are being pressurized. I don't see happiness when people are taking their own lives for results because they didn't get good results. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്ന് പറഞ്ഞ ആരും എക്സാം അല്ലേ, നമുക്കൊന്നും ചെയ്യാതിരിക്കരുത്, പഠിക്കുക. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കഴിവുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത്.
Make your parents happy, but not to such an extent that you have to forego your entire happiness. Of course, there's always a give and take, 50-50. In every relationship, there is happiness only if two people are happy, a husband and wife. But a husband can only give his wife happiness when he is happy. A wife can only give her husband happiness when she is happy. There are compromises in every relationship. There is adjustment, but you cannot forsake your entire happiness, because you are forsaking your persona. When I was small, after returning from Great Britain, I came to Kerala. I came to a school and I entered a classroom. I was forcefully made to sit in the back bench of the class. And there, we were all asked questions. I too was asked a question. And of course, I gave the answer. Now, the teacher thought I'm cheating, or my blindness has something to do with this. But she admonished me. She said, "How dare you give this answer? എന്ത് അർഹതയുണ്ട് നിനക്ക് ഉത്തരം പറയാൻ? കാഴ്ചയില്ലാത്ത." ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. കുറെ പേര് ചിരിച്ചു. അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം പോക്കാണ്. ഇനി എനിക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ല ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. And where in the most literate and the most educated state. സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, but this really happened to me. I then decided that I have to change the situation here in Kerala, and I have to change the situation in India. There should be no blind backbenchers. Normally, students voluntarily go and sit in the backbench, but we were forced to sit in the backbench. Then I realized that this is discrimination. I went on with my education. I faced similar discrimination in many places. I was unhappy during my childhood because all my classmates would go out to play football, cricket, basketball. Catch throw but I couldn't take part in it. In my college days, when there was a film festival, even then everyone went. I was left out. It's only later, on the last day, that one of my classmates said, "Okay, come with us." And I came. So these are happinesses. When you're included, you're happy. But when you're excluded, you're not happy at all. So I wasn't happy because I was mostly discriminated. The only time I could see a bit of happiness was when I was in a blind school in Darjeeling. But there also the partially sighted students used to exclude the blind people. So for a disabled person, happiness is inclusion, happiness is accessibility, happiness is equality, equal rights. And then I went to college. After college, I worked for some time in Braille Without Borders, Kandhar. Then I decided this is not enough. So I went to do special education. Then I came back and I started a mobile blind school. I was first put in a big auto rickshaw, or aapa polte vandi. Then I did it in public transport, alone, with my white cane. I was abused. I was admonished by people. Why am I going in the bus? Even fish sellers, എനിക്ക് പൈസ വരെ തന്നിട്ടുണ്ട്. അഞ്ചിര മോളെ വെച്ചോ കയ്യില്, കാഴ്ചയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസയുടെ ആവശ്യമില്ല, എനിക്കൊരു ജോലിയുണ്ട്, ദൈവം സഹായിച്ച് ആവശ്യത്തിനുണ്ട് എനിക്ക്. ഞാൻ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ബസ്സിനാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഒത്തിരി ബ്ലൈൻഡ് പീപ്പിൾ ഉണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്, പാട്ട് പാടുന്നത്, ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത്. Those people should not struggle. I did a course in social entrepreneurship. I then started a charitable trust, Jyotirgamaya Foundation. We started with 2 students in a small rented building. We taught them computers, we taught them mobility. Then we started with 4, then with 6. Some of our students are bank employees. 2 uneducated students of mine, they attended some of our residential camps that we had conducted in people's flats. ഒന്ന് രണ്ട് പേര് ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്നിരുന്നു സ്പേസ് ആയിട്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ. അതില് ഒരാൾ വിനോദ്, he took part. He learned computers. He learned how to use an Android phone. I gave him a kickstart because I didn't have a center then. He went to Kerala Federation for the Blind. He went to many other organizations. I took online classes for him over phone. And subsequently,
He became a sound editor. He became a trainer. He knows more than me now. He earns a living. Now that is change. That is happiness. That from a completely dependent person, from a liability, he changed into an asset. From a burden to a breadwinner. Now that was my happiness, to empower Vinod. Similarly, there was another boy, Anish. He too was completely uneducated. Teacher, ഞാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച ഒരു കുട്ടിയാണ്. ഇന്ന് ആ കുട്ടിയുടെ സംസാരം നമുക്ക് നിർത്താൻ പോലും കഴിയില്ല. നമ്മുടെ കയ്യിൽ പോലും നിൽക്കില്ല. അത്രയും ഇന്റലക്ച്വൽ ആയിട്ട്, ഒരു സ്ലാങ് ഇല്ലാതെ, അയാളുടെ ഗ്രാമത്തിന്റെ ഒരു സ്ലാങ് പോലും കാണില്ല അയാളുടെ സംസാരത്തിൽ. അയാൾക്ക് നല്ല രീതിയിൽ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും, ആപ്സ് ഇങ്ങോട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ആപ്സ് എന്തൊക്കെയാണെന്ന്. 2 വർഷം എന്റെ സ്ഥാപനത്തിൽ നിന്നു. ഇംഗ്ലീഷില് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരു ഡീസെന്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ മിമിക്രി ചെയ്യും, നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കും, ഇമെയിൽസ് ഇങ്ങോട്ട് അങ്ങോട്ട് അയക്കും. He worked in Asianet Broadband for some time. Now he's pursuing another advanced course, and he has written and passed his 7th and 10th exam with flying colors. That is change. That is my happiness. I was able to empower 2 people and turn them from liabilities to assets, from burdens to breadwinners of their families. There are many such cases. Even there are girls who have come out of broken marriages, who have thought that they could do nothing, whose parents had everything under the sun. In fact, one parent told me, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണം തരാം, എൻ്റെ മോളുടെ മനസ്സൊന്ന് മാറ്റിയാൽ. ഞാൻ പറഞ്ഞു, മനസ്സ് ഞാനല്ല മാറ്റേണ്ടത്, അവൾ തന്നെ സന്തോഷം കണ്ടെത്തണം. അവളുടെ കഴിവുകളിലൂടെ, അവളുടെ അവസ്ഥയിലൂടെ അവൾ സന്തോഷം. അവൾക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവൾക്ക് സന്തോഷമില്ല. ഇല്ല, അവളുടെ സന്തോഷം അവൾ കണ്ടെത്തണം. Inner happiness, inner state of peace. Every religion talks about happiness in its own way. Even religion is a state of happiness, believing in your God, singing praises to your God, Christian, Hindu, Muslim, whoever. Studying, reading books, gaining knowledge, speaking to people, even chatting on WhatsApp, even posting your photos on Instagram like you all do. That is happiness. But too much of everything is bad. Because if we're doing something too much, we get tired of it, we get fed up. Then namak aa sadhanam verku. So that girl also said, ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് സന്തോഷം കിട്ടും. I said, അന്ന് പഠിക്ക്. She came, she learned computers, she learned mobility. Now she works in a small internet cafe near her house. Of course, she doesn't earn much, but she earns enough and she's happy. She's at least going out of the house. She's at least getting fresh air. Even fresh air is a source of happiness. Happiness is a sense of bliss, pleasure, inner peace, paradise, heaven. These are all the definitions. And how do we pursue it? A lot of people pursue their happiness by going and giving money to churches and temples and to this foundation, that Swamiji, this Swamiji. Yes, if that makes you happy, do it. But find your eternal happiness after some time. You cannot always go behind something. Yes, learn good teachings of Jesus, of Mahatma Gandhi, of Buddha, of Swami Bodhananda, Swami Vivekananda, Ramakrishna Paramahansa. Everyone has good teaching. Everyone in the end says the same thing. But you have to find your happiness. No matter how much money you give to an institution and say, okay, ende manasonnu mariya madi, that's not happiness. Give money to that person who really needs it. You will get your reward. Don't waste it on going for this course, going for that course. Attend 1 or 2 courses. So that is how you pursue your own happiness. Any questions? Does anyone, because I don't want to be just a single speaker. Does anyone want to ask? കുറച്ച് ചോദ്യങ്ങളുണ്ട്. Okay. ഒന്ന് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള സൗകര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ഫെസിലിറ്റീസ് എത്രത്തോളം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പര്യാപ്തമാണ്? അതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? നിങ്ങളുടെ സജഷൻ എന്താണ്?
Okay, accessibility. Now, number one, I'm just going to talk a little about the lockdown. I hope you don't mind, Indu. Now, in your lockdown, what have disabled people got? What have we got? നമുക്ക് എന്താണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്? Does anyone think of us? ആരെങ്കിലും ഞങ്ങളെ വിളിച്ചോ ഗവൺമെന്റിൽ നിന്ന്? There should be a helpline, just like there is in certain foreign countries. There should be a helpline for people with disabilities that they can call and they can say, okay, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് people like us, there is no public transport. We can't go out. We can't buy our daily essentials. Okay, I can because I have someone to help me who has been with me for 17, 18 years. She is there to help me. So എനിക്ക് അവരോട് ആവശ്യപ്പെടാം. പക്ഷെ പല വീടുകളിൽ പല ഹെൽപ്പേഴ്സും ലീവ് എടുത്ത് പോവാറുണ്ട്. ഇല്ലെങ്കിൽ പലവർ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നുണ്ട്. I spoke to women in Mumbai who are physically challenged. Some of them are living alone. And Mumbai is the most affected area. There has only been one positive response, that one person needed a change in their prosthetic limbs, and that person had to go from New Bombay to the main city, and she called the police, and the police came and gave her a vehicle. But that's 1 in a million. In Kerala, there was a delivery of pensions to people's houses. There was community kitchens. But is there any helpline where we can call and we can say, ഞങ്ങൾക്ക് ഈ ഡിഫിക്കൽറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ഹെൽപ്പ് ഞങ്ങൾക്ക് ഉണ്ടാവോ? പ്ലസ് ഈ പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ 2500 രൂപ പോരാ. If you all go to Travancore Mall tomorrow, 2500 രൂപ വെറുതെ പോവും, ഒന്നുമില്ലാതെ പോവും. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ഇങ്ങനെയാണ് തന്റെ കുടുംബം നയിക്കുക. ലോട്ടറി വിൽപ്പന ഇല്ല, പാട്ടില്ല, ചെയർ കെയിനിങ് ഇല്ല, യാതൊരു തരത്തിലും മറ്റൊരു ഉദ്യോഗമില്ല. ഒരുപാട് ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള, അവരുടെ കാര്യമല്ല പറയുന്നത്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവരുടെ കാര്യം. 1.5 million people are blind. Almost 15% of the people are disabled. So അവർക്ക് എന്ത് സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, UNCRPD Article 9 has said that full accessibility is for disabled people in every way, in public services, private services, in technical issues, in everything. Buildings, public services, applications, websites, roads, everything should be made accessible. India has signed and ratified this in October 2007. RPWD Act വന്നു 2016. Accessible India campaign ഉണ്ട്. Sugam Bharat. How much is this being accessible? Arogya Setu app ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. അതിന്റെ accessibility ഞാൻ ടെസ്റ്റ് ചെയ്തു. തീരെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സ്ക്രീൻ റീഡർ വെച്ചിട്ട്. PDF ആയിട്ടുള്ള കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് കഴിയേണ്ടത്, സമ്പർക്കത്തിനെ കുറിച്ച്, സാമൂഹ്യ അകലത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ ഇതുപോലും ഈ PDF ഫയൽ പോലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റീഡറിന് അത് വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് എന്ത് accessibility-യാണ്? ഒരു ഹെൽപ്പ് ലൈൻ ഇല്ല ഞങ്ങൾക്ക് വിളിക്കാനായിട്ട്. ഡൽഹിയിലും ബീഹാറിലും ഒത്തിരി ബ്ലൈൻഡ് പീപ്പിൾ സ്റ്റക്കാണ്. മൈഗ്രന്റ് ലേബേഴ്സിനെ തന്നെ ബുദ്ധിമുട്ടുണ്ട് അവരുടെ നാടുകളിലേക്ക് കടക്കാനായിട്ട്. പക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? എന്തുകൊണ്ട്? നമ്മൾക്ക് സൗകര്യങ്ങളില്ല. നമ്മൾ എല്ലാവരും കൈ തട്ടിയാലേ ഗവൺമെന്റിനോട് നമ്മൾ അപേക്ഷിക്കണം accessibility. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഡിസേബിൾഡിന്റെ ജീവിതത്തിൽ സൗകര്യങ്ങൾ വരുത്തേണ്ടതും ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഇനി ഒരു ചോദ്യം, ഇത് അസാപ്പിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു ചോദ്യമാണ്. അസാപ്പ് ഒരു സ്കിൽ പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോ ഡിഫറെന്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ കരിക്കുലത്തില് അല്ലെങ്കിൽ അവരുടെ പഠന രീതികളിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? അസാപ്പ് പോലത്തെ ഒരു ഓർഗനൈസേഷന്റെ ഒരു സഹായത്തോടു കൂടി തന്നെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റും ഗവൺമെന്റിന്. അപ്പൊ അതിലേക്ക് ടിഫനിക്ക് തരാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ നിഷു ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബുദ്ധിമുട്ടുകളോടെ ഞാൻ I learned halfway in soft copy and halfway with Braille, because I wanted to learn everything in Braille. I wanted all my notes in Braille, but then I realized that everything is not available in Braille. So I had to adapt my learning strategy according to the availability of resources. I had to rely on recorded notes
and I had to rely on my screen reader, soft copy, and I had to rely on Braille. So I used a mixture of 3 ways. Well, when I was small, my mother used to read to me. My teachers used to read to me when I was in normal schools. It's only after some time that I was enrolled in a blind school. So we have to keep changing our learning strategies according to the availability of resources and accessibility. Okay. Hello? Tiffany, ഒരു question. Hello, Tiffany. Yes, ഒരു question വന്നിട്ടുണ്ട്. There occurs some situation when our actions of getting ourselves happy tends to collide with those of our dear ones. So, can you tell how can we deal with such a paradoxical situation? Well, you have to make yourself happy and you have to make your dear ones happy, right? Yes, അതാണ് question. How to balance ആ ഒരു conflict എങ്ങനെ How to balance ചെയ്യുന്നു? balance. Now, suppose there's a mother and a child. The child wants to do something, the mother wants you to do something else. You try and do what your mother wants you to do. But then also talk to your mother, have a one-to-one chat with her and say, hey mom, I want to do this, but I want you to be happy in what I do. So try to balance, it's also the attitude you have towards them. If you have an indifferent attitude, like your mom wants you to become a doctor, you don't want to become a doctor, you have to convince your mother and father with all your heart. At the same time, you have to be respectable to them, you have to show them affection, love, and നിങ്ങളുടെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ഈ കാര്യത്തോട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങളുടെ സന്തോഷം എന്താണ്, നിങ്ങൾ സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ പല കുട്ടികൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് പാലിക്കുന്നത്. ഓക്കെ, എനിക്ക് ബൈക്ക് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ 5 ദിവസം ആഹാരം കഴിക്കില്ല. ദാറ്റ്സ് നോട്ട് ദ വേ ടു റെസിസ്റ്റ്. എന്നെ ഈ കോളേജിൽ പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല അത് ചെയ്യില്ല. പക്ഷെ അതിലൂടെ പേരൻസിന് പിന്നെ വിഷമം, പിന്നെ അവരൊരു ബ്ലാക്ക് മെയിൽഡ് അവസ്ഥയിലേക്കാണ്. അയ്യോ എൻ്റെ മോൻ ചത്തുപോയോ എൻ്റെ. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കേണ്ടത്. That's not the way to have your way. To have your way is to try and convince them with love. Of course, if your parents don't have money, they don't. You just have to understand that they don't have money and they can't buy you that right now. A lot of children don't understand that they are living in the sky because they want to do exactly what their friends do. We are under peer pressure. If my friend has this, I need to have it. If I don't care, if you borrow, if you beg, if you steal, I don't care. But ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ മാറ്റണം കുട്ടികൾ. പ്ലസ് നമുക്ക് ജീവിതത്തിൽ എന്താകണം, നമുക്ക് അതും പേരൻസിനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ബാലൻസ് ചെയ്യണം എല്ലാം. It's a tough decision, but we have to balance it. But love balances everything. Love is kind, love is patient, love is balancing. ഇനി നമുക്കൊരു പാർട്ടിസിപ്പന്റ്, വയനാടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിരിക്കുന്ന, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യുവർ ഫൗണ്ടേഷൻ ടു ഡു സംതിങ് ഫോർ ദ ബ്ലൈൻഡ് പീപ്പിൾ ഇൻ വയനാട് ഡിസ്ട്രിക്ട്? ഷമീർ എന്ന് പറഞ്ഞൊരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിരിക്കുന്നത്. Okay, now Wayanad, we can, well, ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ വന്ന് പഠിക്കാൻ പറ്റും. If you know any blind people who want to come and learn computers, we can. Or നമുക്കൊരു 7 to 8 day camp വേണമെങ്കിൽ അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും വയനാട് ജില്ലകളിൽ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ബ്ലൈൻഡ് പീപ്പിളിനെ കളക്ട് ചെയ്യുക, അവിടുത്തെ ഏതെങ്കിലും ബ്ലൈൻഡ് സ്ഥാപനങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക. We can do something. You can keep in touch with me and you can take actually my FB page is Jyotirgamaya, fb.com/Jyotirgamaya, and Instagramilum Jyotirgamaya ഉണ്ട്. പ്ലസ് ഞങ്ങളുടെ വെബ്സൈറ്റ് jyotirgamayaindia.org, jyotirgamayaindia.org. നിങ്ങൾക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ടിഫിനി, ഞാൻ ഇങ്ങനെ ഒരു ടിഫിനിയുടെ പ്രൊഫൈലിൽ തന്നെ വായിച്ചായിരുന്നു, കറൻസി നോട്ടുകൾ ബ്ലൈൻഡ് ആക്സസിബിൾ ആക്കാനായിട്ട് ടിഫിനി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ആ ശ്രമങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞങ്ങളൊരു ടിഫി ടെംപ്ലേറ്റ്, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പോൾ ഡിസൂസ എന്നൊരു വ്യക്തി ഞങ്ങൾ ഇത് ചെയ്തിരുന്നു. പക്ഷെ അത് നേരത്തെയുള്ള കറൻസി നോട്ടുകൾക്ക് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറൻസി നോട്ടുകൾക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ഒരു ഡിവൈസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ശ്രമത്തിലാണ്, പക്ഷെ അത് എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാറായിട്ടില്ല. പക്ഷെ 2016 ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം, ഡിസംബറിലായിരുന്നു ഡിമോണിറ്റൈസേഷൻ എന്ന് തോന്നുന്നു, അതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 50 റുപ്പി നോട്ട്, 200 റുപ്പി നോട്ട്, ഇതൊന്നും നമുക്ക് ആക്സസിബിൾ അല്ല. നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല, പല ബുദ്ധിമുട്ടുകളാണ്. ഞാൻ റിസർവ് ബാങ്കിന്റെ SBI ഫൗണ്ടേഷന്റെ ഒരു സെൻസിറ്റൈസേഷൻ സെഷന് വേണ്ടി ഞാൻ മുംബൈയിൽ പോയിരുന്നു 2018. അപ്പം അതിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈവൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്
കണ്ണടച്ചുകൊണ്ട് നോട്ട്സ് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഈ നോട്ട് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞില്ല അറിയാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല എന്നുള്ളത്. പിന്നെ പലയിടത്ത് പിന്നെ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പല ഉദ്യോഗസ്ഥർക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരേണ്ട ഒരു തീരുമാനമാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് സമയം എടുക്കും. പ്ലസ് ഒരുപാട് മറ്റ് സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി പോരാടുന്നുണ്ട്. സോ ഐ ഹോപ്പ് ദർ ഇസ് സം അക്സസിബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. അതോടെ റിലേറ്റ് ചെയ്തതിന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഷമീർ സിയാർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ദർ എനി പ്രൊവിഷൻ ഫോർ ദ ബ്ലൈൻഡ് പീപ്പിൾ ടു മാനേജ് ദെയർ ബാങ്ക് അക്കൗണ്ട്സ് ബൈ ദെയർ ഓൺ? ബാങ്ക് അക്കൗണ്ട്സ് നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഈസ് വെരി accessible. ചില കാര്യങ്ങൾ ആക്സസിബിൾ അല്ല, പക്ഷെ ഗൂഗിൾ പേ വളരെ accessible ആണ്. ഈവൻ ഫോൺ പേ വളരെ accessible ആണ്. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം ഇതൊക്കെ വളരെ accessible ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ബാലൻസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ATM നിന്ന് വിഡ്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMS വരും, നിങ്ങളെ പോലെ തന്നെ. അപ്പം നമ്മുടെ സ്ക്രീൻ റീഡർ അത് റീഡ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആർക്കും നമ്മളെ അങ്ങനെ എത്രയും പെട്ടെന്ന് ഒന്ന് ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പം ബാഗിന്റെ പല കമ്പാർട്ട്മെന്റുകളിൽ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ പല കടകളിലും ഇപ്പം കാർഡ് സ്വൈപ്പിംഗ്, ഇനിയിപ്പോ കോവിഡിന്റെ കാലത്തിന് ശേഷം ഇനി ചിലപ്പോൾ കാർഡ് സ്വൈപ്പിംഗ് എല്ലായിടത്തും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. ഇനിയിപ്പം ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു, സോ ദാറ്റ് നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവാനായിട്ട്. പക്ഷെ ഈ റെഡി ക്യാഷ് കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ജ്യോതിർഗമയ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചുരുക്കി പറയാൻ പറ്റും? എങ്ങനെയാണ് നിങ്ങൾ ക്യാമ്പുകൾ മാത്രമാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം? ഞങ്ങള് 2012 കാന്താരിയുടെ നേതൃത്വത്തിൽ ഞാനൊരു മൊബൈൽ ബ്ലൈൻഡ് സ്കൂൾ തുടങ്ങിയിരുന്നു. അപ്പം അതിൽ ആൾക്കാരുടെ വീടുകളിൽ പോവുക, പിന്നെ നമുക്ക് എവിടെയാണ് സ്പേസ് കിട്ടുന്നത് അവിടെ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. 2015 ഞങ്ങൾ സ്ഥാപനമായിട്ട് തുടങ്ങി, ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു റെന്റഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റെസിഡൻഷ്യൽ ട്രെയിനിങ് രൂപത്തിലാണ് തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ കുട്ടികളെ നമുക്ക് ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10ഓളം കുട്ടികളെ നമുക്കിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് 4-5 മാസത്തെ കമ്പ്യൂട്ടർ പരിശീലനവും ആൻഡ്രോയിഡ് ഫോണും അസിസ്റ്റീവ് ടെക്നോളജി പരിശീലനവും യോഗ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഈ ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഈ കോഴ്സിൽ ലാസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് UST ആയിട്ട് കുറച്ച് ടൈ അപ്സ് ഉണ്ട്. അവർ വന്ന് നമുക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ തരികയുണ്ടായി. അങ്ങനെ പല ഇന്നർവീലും വീട്ടമ്മമാരും വന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ നൽകാറുണ്ട്. ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ബുക്സ് ഒക്കെ വായിച്ചു തരാനായിട്ട്. ഞങ്ങൾക്ക് ഈവൻ വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. സോ വി ആർ ബേസിക്കലി ഡൂയിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ യൂത്ത്സ്. പിന്നെ വിമൻ എംപവർമെന്റിനെ കുറിച്ച്, ബ്ലൈൻഡ് വിമനെ എംപവർ ചെയ്യാനായിട്ട് ഞങ്ങൾ 3 മാസത്തിലൊരിക്കൽ വിമൻ വിത്ത് വിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്, 1 day 2 day വർക്ക്ഷോപ്സിന്. അതിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും പ്ലസ് ലോസ് ആൻഡ് ലെജിസ്ലേഷൻസിനെ കുറിച്ച് ഞങ്ങൾ ക്ലാസ്സുകൾ നൽകാറുണ്ട്. പിന്നെ സെൽഫ് ഡിഫെൻസും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജ്യോതിർഗമയ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ വായിച്ചായിരുന്നു, ഈ നമ്മുടെ അഡ്വഞ്ചർ സ്പോർട്സിൽ ഉള്ള കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ കുട്ടികളുടെ ഒരു അതിനുശേഷം കുട്ടികൾക്കുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കാണപ്പെട്ടു, എങ്ങനെയാണ്? കുട്ടികളല്ല, ഞങ്ങൾ മെയിൻ ആയിട്ട് യൂത്ത്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അവരെ ടൂറിന് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾക്ക് ഒരു വെൽവിഷർ ഉണ്ട്, പുള്ളിക്ക് ഒരു റിസോർട്ട് ഉണ്ട് തെന്മലയിൽ. ഇപ്പൊ പുള്ളി മുഖേന പിന്നെ അല്ലാതെയും ഹാപ്പി ലാൻഡിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്, ബീച്ചുകളിൽ കൊണ്ടുപോകാറുണ്ട്, ഹോഴ്സ് റൈഡിങ് എക്സ്പീരിയൻസ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. പ്ലസ് ഈ റോപ്പ് ക്ലൈംബിങ്, റോപ്പ് റൈഡിങ്, ഇത്തരത്തിലുള്ള പല അഡ്വഞ്ചർ എക്സ്പീരിയൻസ് കൊടുക്കാറുണ്ട്. കാരണം ഇത് സാധാരണ നിലയിൽ ഒരു ബ്ലൈൻഡ് പേഴ്സണിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പ്ലസ് പെൺകുട്ടികൾക്ക് പിന്നെ പറയേ വേണ്ടല്ലോ, നമ്മുടെ രക്ഷിതാക്കൾ എപ്പോഴും അയ്യോ മോളെ ഇത് ചെയ്യാൻ പാടില്ല, നീ പെൺകുട്ടിയാണ്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. പക്ഷെ നമ്മൾ ആ തരത്തിലുള്ള ബാരിയേഴ്സിനെ നീക്കിയിട്ട് അവർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ജ്യോതിർഗമയ ആഗ്രഹിക്കുന്നത്. ഈ എക്സ്പീരിയൻസുകളിലൂടെ അവരുടെ കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും, ഞങ്ങൾക്ക് ഇനി എന്തും ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് മറ്റേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പ്ലസ് അവർക്ക് ആ ഒരു എൻജോയ്മെന്റ്, ഒരു ഫ്ലൈയിങ് ഫോക്സ് ഇല്ലെങ്കിൽ ഒരു റോപ്പ് ക്ലൈംബിംഗ് എന്ന് പറഞ്ഞ ഒരു വളരെ എക്സിലറേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ തന്നെ സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട് ബെൽജിയത്തില്
2017 ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലൈങ് ഫ്രം 4000 feet high. It was a really exhilarating and enjoyable experience. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വളരെ അപൂർവമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ബ്ലൈൻഡ് പെൺകുട്ടികൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഈവൻ പാരാഗ്ലൈഡിങ്ങും ചെയ്തിട്ടുണ്ട് ഞാൻ ഡാർജിലിംഗിൽ. അപ്പോൾ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഗേൾസിനും ബോയ്സിനും. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ അനുഭവിക്കണം, അവർ ആസ്വദിക്കണം. സോ അഡ്വെഞ്ചർ സ്പോർട്സ് ഡസ് ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് നോട്ട് ഓൺലി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ബട്ട് ഐ തിങ്ക് എവ്രിവൺ. We all have the right to experience these things. Yes. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 40% of disability is required for claiming any support from government. What about those persons with less than 40%? Who set these guidelines? Yes, who set them? We must ask the government. Who set these guidelines? Now, if പാസുകൾ നൽകുന്നത്, ബസ് പാസ് നൽകുന്നത് ആർക്കാണ്? People with disabilities who have only certain percent of disabilities are getting bus pass. What about the other people? They are neither here nor there. ഇപ്പൊ ഏറ്റവും വേർസ്റ്റ് പ്ലൈറ്റ് ആർക്കാണെന്ന് വെച്ചാൽ സൈലന്റ് ഡിസബിലിറ്റി ഉള്ളവർക്ക്. ഇപ്പൊ ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ഡിസബിലിറ്റി ആണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഹിയറിംഗ് ഇമ്പയർഡ് ആണെന്ന്. സംസാരം കേൾക്കുന്ന ലൈക്ക് അവരുടെ സൈൻ ലാംഗ്വേജ് ആംഗ്യങ്ങൾ കാണുന്നത് വരെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവരുടെ ചലഞ്ച് ആണ്. പ്ലസ് ലോ വിഷൻകാർക്ക് നമുക്ക് സാധാരണ സ്കൂളിലാക്കാനും പറ്റത്തില്ല, ബ്ലൈൻഡ് സ്കൂളിലാക്കാനും പറ്റത്തില്ല. അപ്പൊ they are neither here nor there. So some accommodations, special accommodations should be made for people who have less than 40% disability. They should be also getting passes. They should be also getting pensions, because their situation is worse than people who have full disabilities. Because people who are completely disabled, at least either they are getting full support, and people with no disabilities are getting no support. But people who are in between are neither here nor there. So they should also be considered in the realm of people with disabilities. But at the same time, they should be allowed to use the remainder of the senses that they have. Like a low vision person should be allowed to use their residual vision. At the same time, we teach our students with residual vision to use a screen reader, so that if at any point they do lose their vision, they happen to lose their vision, they are prepared for what will happen if they become totally blind. So we train them to use their residual vision, at the same time how to learn the use of assistive devices without vision at all, or how to cope without vision. ഒരു അവസാനം ഒരു ചോദ്യം, അത് എന്റെ വകയുള്ള ഒരു ചോദ്യമാണ്. എന്റെ അല്ല, ഒരു 2-3 പേര് ചോദിച്ച ചോദ്യം ഞാൻ അതിന്റെ ഒറ്റ ചോദ്യമാക്കി ചോദിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു കോവിഡ് കാലം എന്ന് പറയുമ്പോൾ ഒരു അൺസർട്ടനിറ്റിയുടെ സമയമാണല്ലോ. നമുക്കിനി ഭാവിയിലോട്ട് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് അനിശ്ചിതാവസ്ഥയിലാണ്. അപ്പോ ഈ ഒരു അവസരത്തില് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ നിർവചനം മാറുമോ? അങ്ങനെയാണെങ്കിൽ സന്തോഷത്തിന് നിർവചിക്കാൻ പറ്റുമെങ്കിൽ അത് എങ്ങനെ നിർവചിക്കാൻ പറ്റും? ഹൗ ഡു യു ഡിഫൈൻ ഹാപ്പിനെസ് ഇൻ പോസ്റ്റ് കോവിഡ് era? How do you define happiness? Well, I myself don't know what I'm going to do after COVID. I mean, whether we can have students, how many students we can take, അതുമല്ലാതെ സാമൂഹ്യ അകലം ഏതുവരെ പാലിക്കണം എന്നുള്ളത്. കാരണം വിഷ്വലി എംപയർഡ് പീപ്പിളിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞങ്ങൾ റോഡിൽ നടക്കുമ്പോൾ ഞങ്ങൾ ഗ്ലൗസ് ധരിക്കണം, മാസ്ക് ധരിക്കണം. ഈവൻ ഗ്ലൗസും ഞങ്ങൾക്ക് ധരിക്കേണ്ടി വരും. കാരണം മറ്റൊരാൾ നമ്മളെ കൈ പിടിച്ച് സഹായിക്കണമെങ്കിൽ, റോഡ് ക്രോസ് ചെയ്യാനൊക്കെ സഹായിക്കുവാണെങ്കിൽ എല്ലാം ടാക്ടൈലിലൂടെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ റിക്വസ്റ്റ് ദി ഗവൺമെന്റ് ഓൾസോ ടു ഡിഫൈൻ സം കൈൻഡ് ഓഫ് ഗൈഡ് ലൈൻസ് ഫോർ സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. ബട്ട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം, ഇന്നത്തെ കുട്ടികളുടെ സന്തോഷം തന്നെ കാഫെ കോഫി ഡേ, അല്ലെങ്കിൽ ഏറീസ് പ്ലസ്, അല്ലെങ്കിൽ തിയേറ്ററുകൾ, മോളുകൾ, ഇതൊക്കെയാണ്. മോൾ ഓഫ് ട്രാവൻകോറും ട്രിവാൻഡ്രം മോളൊക്കെ വന്നപ്പോൾ എല്ലാവരും തുള്ളിച്ചാടി. പക്ഷെ ഇനി ഈ മോളുകളെല്ലാം അടയ്ക്കപ്പെടുമെന്ന് കേൾക്കുമ്പോൾ വളരെ വളരെ യുനോ ആശങ്കയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി യങ്സ്റ്റേഴ്സ്, ഐ മീൻ where will they hang out? People used to crib in Trivandrum that Trivandrum has no places to hang out. ഇപ്പൊ ആ തരത്തിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് 2 മോൾസ് ഉണ്ട് ട്രിവാൻഡ്രത്തിന്റെ. ഇപ്പൊ നിലവില് ലുലു മോള് വരുന്നുണ്ട്, ഈവൻ കൊച്ചിയിൽ. പക്ഷെ ഈ തരത്തിലുള്ള പ്ലേസുകളെല്ലാം അടച്ചിടുമ്പോൾ യങ്സ്റ്റേഴ്സിന്റെ അവസ്ഥയും, പ്ലസ് ഇതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഇനി മുൻകാലത്ത് നമുക്കൊന്നും പറയാറായിട്ടില്ല. പക്ഷെ we should try to depend on our own happiness. That's how I said, through talking to our friends, through online discussions and webinars, through positive discussions, through spiritualism, through meditation, and also through being focused. As I said, happiness should be a peace from the inner mind. Without
depending on external factors or being undeterred by any other situation. So this is what our religious texts all say about happiness, but it's going to be a very, very difficult time. And I hope, and also the WHO says that people should learn how to live with COVID just as we are living with HIV. So people will have to learn how to, what resistive measures can be taken, what rules and regulations, but permanently closing malls and theaters and shops is not a permanent solution. ഓക്കെ ടിഫനി, അപ്പൊ ഇപ്പൊ നമുക്ക് സമയം 1 മണി കഴിഞ്ഞു. ഇടയ്ക്ക് നമുക്ക് കുറച്ചൊരു ടെക്നിക്കൽ ഫീച്ചേഴ്സ് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മുടെ സെഷൻ വളരെ നന്നായിട്ട് തന്നെ പോയി. Thank you so much. Okay, Tiffany. Let me take the time to thank you. And I'd like to thank all the viewers, എല്ലാ വ്യൂവേഴ്സിനോട്, എല്ലാ പാർട്ടിസിപ്പൻസിനോട്, എല്ലാ ചോദ്യങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. പിന്നെ ഉണ്ടായിരുന്ന ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് കുറച്ച് ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സൈറ്റഡ് ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. പിന്നെ സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു ഫോർ ബെയറിംഗ് വിത്ത് മീ ആൻഡ് ബീങ് സോ പേഷ്യന്റ്. താങ്ക് യു അസബ് കേരള. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു ടിഫനി. ഇത് വളരെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ബിക്കോസ് നമ്മൾ തുടക്കത്തിൽ തന്നെ ടിഫനി നമ്മൾ തുടങ്ങിയത് യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ, അതായത് കമ്പാരിസൺ, നമ്മുടെ ഒരു സോഷ്യൽ പ്രഷർ. എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാരന്റ്സിനായിരിക്കും ഇത് കുറച്ചുകൂടെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്താണ് നമ്മുടെ സെഷൻ ഇന്ന് പോയത്. സന്തോഷത്തിന് നിർവചനം, ടിഫനി എങ്ങനെയാണ് ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യുന്നത്, ജ്യോതിർഗമയുടെ പ്രവർത്തനം, ഇതിനെക്കുറിച്ച്. ഹലോ, I just like to add one more point. Parents should only push so much. നിങ്ങളുടെ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് അതിനനുസരിച്ച് പുഷ് ചെയ്യാവോ നിങ്ങൾ. കുട്ടി, അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പം നമുക്ക് വയറ്റിൽ എത്ര കൊള്ളാൻ പറ്റും അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വോമിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഡൈജഷൻ സംഭവിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ കഴിവ്. ഒരു കുട്ടിയുടെ കഴിവ് എത്രത്തോളമാണ് നിങ്ങൾ അനലൈസ് ചെയ്യൂ. അതിൽ കൂടുതൽ നിങ്ങൾ അവരെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവില്ല, കുട്ടികൾക്കും ഉണ്ടാവില്ല. താങ്ക് യു ടിഫനി. അപ്പോൾ ഓൾ ഓവർ ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ. ഐ തിങ്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസിനും എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു കുറച്ച് പ്രചോദനം കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ ടിഫനി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.